ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷജൽസ് ക്രോഷേ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനിത് ചെയ്തേക്കുന്നത് അഡൽട്ട് സൈസിനാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിന് വേണമെങ്കിലും ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ബ്ലാങ്കറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് 2 റോസ് മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ എത്ര സൈസ് വേണമെങ്കിലും ഈ ജസ്റ്റ് 2 റോസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു പാറ്റേൺ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്ത യാൺ സൂപ്പർ സോഫ്റ്റ് യാൺ, ഹിമാലയ ബ്രാൻഡിൻ്റെ സൂപ്പർ സോഫ്റ്റ് യാണാണ് യൂസ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് സാമ്പിൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന യാൺ ഊലൻസ് ബന്നി ബേബി യാണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 സൂപ്പർ ബൾക്കി. ഇവർ പറഞ്ഞിരിക്കുന്ന ഹുക്ക് സൈസ് ഇതിനകത്ത് 4.5 mm ആണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് 8 mm ഹുക്ക് സൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് 100 gram വെയ്റ്റും 100 meter ലെങ്ത്തുമുള്ള യാണാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ടത് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ് ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. ഞാനിവിടെ 21 ചെയിൻസ് ഇട്ടു. 21 ചെയിൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 3 പ്ലസ് 1 2 2 ചെയിനും കൂടി ഇട്ടു. ക്യാൻ ഓവർ. അതിനുശേഷം 1 2 3 4 നാലാമത്തെ ചെയിനിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ ഇടാം. ക്യാൻ ഓവർ. നെക്സ്റ്റ് ഉള്ള 2 ചെയിനും സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. നിങ്ങൾക്ക് ഡബിൾ ക്രോഷേ ഇടാൻ അറിയാത്തവരാണെങ്കിൽ ബേസിക് സ്റ്റിച്ചിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എൻ്റെ തന്നെ ചാനലിൽ. ചെയിൻ 1 അഗെയിൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ. യാൺ ഓവർ. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ. ചെയിൻ 1 സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ. ഇതെന്ന് പറയുന്നത് വി സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിൽ ഒരു ഡബിൾ ക്രോഷേ. ചെയിൻ 1 ഒരു ഡബിൾ ക്രോഷേ. അഗെയിൻ 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ. ചെയിൻ 1 ഒരു ഡബിൾ ക്രോഷേ. നമുക്ക് എത്ര ആണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് വേണം ഈ ഫൗണ്ടേഷൻ ചെയിൻസ് എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ബേബിക്കൊക്കെ ആണെങ്കിൽ അവരുടെ സൈസ് ഒന്ന് നോക്കിയിട്ട് ഈ ഫൗണ്ടേഷൻ ചെയിൻസ് നിങ്ങൾ ഇട്ടതിന് ശേഷം ആ മെഷർമെൻറ്റുമായിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് അത് മൾട്ടിപ്പിൾസ് ഓഫ് 3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പറാണെന്ന് നോക്കിയിട്ട് ഫൗണ്ടേഷൻ ചെയിൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ പാറ്റേൺ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് 2 റോ മാത്രമേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കണ്ടിന്യൂസ്ലി. യാൺ ഓവർ. നെക്സ്റ്റ് ഉള്ള സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ. പ്രൊജക്റ്റ് ടേൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ പുറത്ത് ഒരു സിംഗിൾ ക്രോഷേ. അതിൻ്റെ സെക്കൻഡ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ. അതിന് ശേഷം അഗെയിൻ സെക്കൻഡ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ. അഗെയിൻ സെക്കൻഡ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇതിപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആക്കിയെടുത്തു നമ്മളിവിടെ. യാൺ ഓവർ. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേയും കൂടി. യാൺ ഓവർ. ഇവിടെ നെക്സ്റ്റ് ഉള്ള സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ വി സ്റ്റിച്ചിൽ ചെയിൻ 1 സ്പേസിനകത്ത് 3 ഡബിൾ ക്രോഷേ. 1 2 3 3 ഡബിൾ ക്രോഷേ ഇട്ടു.
yarn over. നെക്സ്റ്റ് ഉള്ള വി സ്റ്റിച്ചിൽ അതേപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷേ, 2 3 yarn over. നെക്സ്റ്റ് ഉള്ള ചെയിൻ 1 സ്പേസിൽ അല്ലെങ്കിൽ വി സ്റ്റിച്ചിനകത്ത് ഒരു ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, 3. ഓരോ വി സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേസ് ഇട്ട് ചെയ്യണം. 1 2 3. അഗൈൻ ഇതിനുള്ളിൽ 3 ഡബിൾ ക്രോഷേ, 1 2 and 3. yarn over. ഇവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷേ ഉണ്ട്. ലാസ്റ്റത്തെ ഡബിൾ ക്രോഷേക്കകത്ത് തേർഡ് ചെയിനിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ഡബിൾ ക്രോഷേ, എന്നിട്ട് ആ സെയിം സ്പേസിൽ തന്നെ അഗൈൻ ഇൻസേർട്ട് ചെയ്ത് ഒരു ഡബിൾ ക്രോഷേയും കൂടി ഇടുക. 2 ലൂപ്പിൻ്റെ അടിയിൽ വേണം ഇട്ട് ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കിവിടെ 2 റോ ചെയ്തെടുത്തു. ഈ 2 റോസാണ് നമ്മൾ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ അതിൻ്റെ സൈസ് വരേണ്ടത് അത്രയും സൈസ് വരെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് റോ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ, എന്നിട്ട് സെക്കൻഡ് ലൂപ്പിലൊരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ലൂപ്പിൽ അഗൈൻ ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇതൊരു ഡബിൾ ക്രോഷേ ആയി. ഇനി ഒരു സിംഗിൾ ക്രോഷേയും കൂടി സെക്കൻഡ് ലൂപ്പിലിട്ട് എടുക്കുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേയും ഒരു ചെയിനും ആയി. എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ ഇവിടെ ഒരു വി സ്റ്റിച്ചായി. yarn over. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ, 1 ചെയിൻ 1 സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ. yarn over. സെക്കൻഡ് ഡബിൾ ക്രോഷേയിൽ ഒരു ചെയിൻ അഗെയിൻ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ. അതിനുശേഷം നെക്സ്റ്റ് ഉള്ളതിൽ സെക്കൻഡ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1 സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1 അഗെയിൻ 1 ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1 more ഡബിൾ ക്രോഷേ. ലാസ്റ്റത്തേൽ തേർഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ, സെയിം സ്പേസിൽ തന്നെ 1 more ഡബിൾ ക്രോഷേ. തേർഡ് റോ കഴിഞ്ഞു. ഇനി ഫോർത്ത് റോ നമ്മൾ സെക്കൻഡ് റോയിൽ എന്താണ് ചെയ്തത് അതായിരിക്കും ഫോർത്ത് റോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷേ, അതിന് സിംഗിൾ ക്രോഷേ ഇട്ടു. സെക്കൻഡ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ആയി. yarn over. ഈ സ്പേസിൻ്റെ ഉള്ളിലൊരു ഡബിൾ ക്രോഷേ. അതിനുശേഷം ഈ ചെയിൻ 1 സ്പേസിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ, 1 2 3, 1 2 3, 1 2 3, 1 2 3, 1 2 3. പക്ഷേ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷേയിൽ മൂന്നാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു ഡബിൾ ക്രോഷേ, അഗെയിൻ സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ. ഇവിടെ നമ്മൾ 2-4 റോസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്തെടുക്കേണ്ടത്.
ഇത് നമുക്കിവിടെ ചെയിൻ 1 കൊടുത്തിട്ട് യാണിങ്ങനെ സ്നിപ്പ് ഓഫ്. എന്നിട്ട് നമുക്ക് ഈ യാൺ തന്നെ ഹുക്ക് തന്നെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ജസ്റ്റ് 2 റോസ് മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഉള്ളൂ. ഇതിനകത്ത് ബോർഡർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിതിനകത്ത് ബോർഡർ കൊടുത്തിട്ടില്ല, കൊടുക്കാതെ തന്നെ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു പാറ്റേൺ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.